ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്കൊരു ക്ലീനിങ് വീഡിയോ കണ്ടാലോ. നനച്ചുള്ളി ആയതുകൊണ്ട് നമുക്കൊന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. മോനെ ഒന്ന് കയറി ഒന്ന് തട്ടിത്തരാൻ പറഞ്ഞത് ഒരുപാട് ഉയരമുള്ളതുകൊണ്ട് എനിക്ക് സഹിക്കില്ല. അവന് കയറിയൊക്കെ ചെയ്തൊന്നു ഒക്കെ തട്ടി വൃത്തിയായി എല്ലാം ചെയ്യില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടൊക്കെ ചെയ്തു തന്നു. നല്ല പൊടി ഉണ്ടായിരുന്നു. ഇത് നല്ല ഉയരമുള്ളതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയാക്കണം. പെണ്ണുങ്ങൾക്കൊന്നും സാധിക്കില്ല, ആണുങ്ങൾക്ക് തന്നെ കയറി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തട്ട ഞങ്ങളൊക്കെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അടുക്കളേന് കൂടുതൽ പണി ഉണ്ടായിരുന്നത്. അടുക്കള കുറേ നേരം ചെയ്യണം പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് ഇറങ്ങി. ഞങ്ങൾ മുകളിൽ കൊണ്ടൊക്കെ കയറിയൊക്കെ തട്ടിവിടാൻ പറഞ്ഞു. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നു. അവൾ ഓരോന്നായിട്ടൊക്കെ കഴുകാനും വൃത്തിയാക്കാനും കൂടെ നിന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒറ്റയ്ക്ക് എനിക്ക് സഹിക്കില്ല. അവളുള്ളതുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് എനിക്ക് പണിയൊന്ന് എളുപ്പം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഇത് വർഷത്തിലൊരു ദിവസം നമുക്ക് നനച്ചുള്ളി പറയണത് ചെയ്യണ്. റമദാൻ മാസം വരില്ലേ, റമദാൻ മാസം വരുമ്പോൾ നമ്മളെല്ലാം ശുദ്ധിയായിരിക്കണം, എല്ലാം വൃത്തിയാക്കി വെക്കണം എന്നുള്ളൊരിതിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എന്തായാലേ റമദാൻ മാസം വന്നു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവരൊന്നും ഇക്കൊല്ലം ഇല്ല. ഇക്കൊല്ലമുള്ളവർ അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് അറിയില്ല. പേടിയുള്ള മാസം റഹ്മത്തും ബർക്കത്തുള്ള മാസമാണ് റമദാൻ മാസം. നല്ലത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ബർക്കത്തും തരട്ടെ. മരിച്ചവന് ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തില്ലാത്തവരായാലും ഈ റമദാൻ മാസത്തിൽ അവർക്കൊരു ബർക്കത്താണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കഴിഞ്ഞാൽ അവർക്ക് ആ മാസം നല്ല ബർക്കത്തുണ്ടാവും. അപ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളിക്കൂടെയൊക്കെ കഴുകി അതൊക്കെ ആക്കി വെച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഉപ്പിയിലാക്കി വെക്കണം. ആക്കി വെച്ചിട്ടില്ല, അതാക്കി വെക്കണം. കുറച്ച് പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ മതിലടിച്ചു. മതിലടിച്ചാലോ പറഞ്ഞിട്ട് ഞാൻ മതിലടിക്കാൻ നിന്നു. ഇത് കഴിഞ്ഞ കൊല്ലം മേടിച്ച പെയിൻറ്റാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മതിലടിച്ചാലോ പറഞ്ഞിട്ട് മതിലടിച്ചു പെയിൻറ്റ്. എന്തായാലും എല്ലാം ചെയ്യല്ലേ, അപ്പോൾ അതും കൂടി ചെയ്താലോ പറഞ്ഞിട്ട് അതും ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ വൃത്തിയായി. ഇതാ വീട് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ചെയ്യാൻ തുടങ്ങി ചെയ്തും കൊണ്ടേ ഇരിക്കണം. റമദാൻ എത്തി, അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗ് ഇതോടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.